ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യുന്ന വീഡിയോ ചുരിദാർ നൈറ്റിയുടെ വളരെ സിമ്പിളായ ഒരു മോഡലാണ്. 42 ചെസ്റ്റ് റൗണ്ട് അളവുള്ള നൈറ്റിക്ക് വേണ്ട മാർക്കിംഗ് ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതിനുവേണ്ടി നൈറ്റി ബിറ്റിനെ ഇതുപോലെ നാലാക്കി മടക്കിയിടണം. ഇതുപോലെയാണ് നാലാക്കിയിട്ട് ഞാൻ മടക്കിയിട്ടിട്ടുള്ളത്. ഓപ്പൺ ആയിട്ടുള്ള ഈ ഭാഗം ഈ ഭാഗത്തേക്ക് വരുന്ന രീതിയിലും, ഓപ്പൺ അല്ലാത്ത ഈ ഭാഗം ഈ സൈഡിലോട്ടും വരുന്ന രീതിയിലാണ് ഞാൻ ഇതിനെ നാലാക്കി മടക്കിയിട്ടിട്ടുള്ളത്. ഈ അളവുകളാണ് നമുക്കിന്ന് മാർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ചെസ്റ്റ് റൗണ്ട് ആണ് 42 ഇഞ്ച്, വേസ്റ്റ് റൗണ്ട് 40, ഹിപ്പിന്റെ റൗണ്ട് 46 ഇഞ്ച്, ഷോൾഡർ 7.5, ആം ഹോള് 8 ഇഞ്ച്, നെക്കിന്റെ വിഡ്ത്ത് 2.5, നെക്കിന്റെ ലെങ്ത് 6 ഇഞ്ച്, ബാക്ക് നെക്ക് 3 ഇഞ്ച്. ഇനി ചെസ്റ്റിന്റെ ലൈനിന്റെ അളവാണ് 8 ഇഞ്ചാണ് ചെസ്റ്റ് ലൈൻ വരയ്ക്കേണ്ടത്. വേസ്റ്റ് ലൈൻ കൊടുക്കേണ്ടത് നമുക്ക് 15ലോ അല്ലെങ്കിൽ 16.5ലോ നമുക്ക് വേസ്റ്റ് ലൈൻ വരയ്ക്കാം. പിന്നെ ഹിപ്പിന്റെ ലെങ്ത് നമ്മൾ കൊടുക്കുന്നത് ഒരു 20.5, ആ ക്രമത്തിൽ നമുക്ക് അടയാളപ്പെടുത്തി തുടങ്ങാം. സ്ലീവിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഞാനിവിടെ 9 ഇഞ്ചാണ് ചെയ്യണത്. നമ്മളിപ്പോൾ റെഡിമെയ്ഡ് നൈറ്റിയുടെ ആ ഒരു മെഷർമെന്റിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. 3/4 ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ നമുക്ക് കൈയിറക്കാം, ആ രീതിയിൽ നമുക്ക് ചെയ്യാം. പിന്നെ സ്ലീവിന്റെ റൗണ്ട് 8 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഫുൾ ലെങ്ത് നമുക്ക് ഈ നൈറ്റിയുടെ ഫുൾ ലെങ്ത് എത്രയാണോ അത്രയും നമ്മൾ ഇതിന്ന് എടുക്കുന്നുണ്ട്. അപ്പം നമുക്കിന്ന് മാർക്കിംഗ് ചെയ്യാം. ആദ്യമായി നമ്മൾ ഷോൾഡർ ആണ് മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ നമ്മൾ ഒരു 7.5 ആണ് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഷോൾഡർ 7.5 മാർക്ക് ചെയ്തു. നെക്കിന്റെ വിഡ്ത്ത് നമ്മൾ 2.5ലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് ആം ഹോളിന്റെ ഡെപ്ത് ഞാൻ ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇതെല്ലാം ഒരു ലൈൻ ഇട്ട് യോജിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരു ലൈൻ അതിൽ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നെക്കിന്റെ ലെങ്ത് 6 ഇഞ്ചാണ്. 6 ഇഞ്ച് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് അതും ഒരു ബോക്സ് പോലെ ആക്കി എടുക്കുക. ബോക്സ് പോലെ ആക്കി അതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇന്നൊരു വി പോലെയുള്ള ഒരു ഷേപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ 1 ഇഞ്ച് മേലേക്ക് കയറ്റി ഇതേപോലെ ഈ പോയിന്റിലേക്ക് നമ്മൾ ഒരു ഷേപ്പ് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ചെസ്റ്റ് റൗണ്ട് ആണ് വേണ്ടത്. ചെസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്താനായിട്ട് നമുക്ക് ആദ്യം ചെസ്റ്റ് ലൈൻ വരയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ചെസ്റ്റ് ലൈൻ എത്രയാണോ വേണ്ടതെങ്കിൽ നമ്മൾ ആം ഹോളിന്റെ ഡെപ്ത് എത്രയാണോ എടുത്തതെങ്കിൽ അത് തന്നെയാണ് നമുക്ക് ചെസ്റ്റ് ലൈൻ ആയിട്ട് വരേണ്ടത്. അപ്പോൾ ഞാൻ 8 ഇഞ്ച് ചെസ്റ്റ് ലൈൻ ആയിട്ട് അടയാളപ്പെടുത്തി. അത് കഴിഞ്ഞ് നമ്മൾ ചെസ്റ്റ് റൗണ്ട് 42 ഇഞ്ചാണ് ചെസ്റ്റ് റൗണ്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് 42 ഇഞ്ചിന്റെ 1/4 ഭാഗമാണ് നമുക്ക് അടയാളപ്പെടുത്തേണ്ടത്. 10.5 ആണ് കിട്ടേണ്ടത്. 10.5 പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് 11.5ലേക്ക് നമ്മൾ ചെസ്റ്റിന്റെ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതും ഇതുപോലെ ഒരു ലൈൻ വരച്ച് യോജിപ്പിച്ചു കൊടുക്കണം. ചെസ്റ്റ് ലൈൻ നമുക്ക് ഇപ്പോൾ ചെസ്റ്റ് റൗണ്ടും ചെസ്റ്റ് ലൈനും കിട്ടി. ഇനി നമുക്ക് വേസ്റ്റ് റൗണ്ട് ആണ്. വേസ്റ്റ് റൗണ്ട് 40 ആണ്. ആ വേസ്റ്റ് റൗണ്ട് വരേണ്ട അളവിലേക്ക് നമുക്ക് ഒരു 16.5, ആവശ്യക്കാർക്ക് അതിനനുസരിച്ച് ഇതാണ് നമുക്ക് ഷേപ്പ് ചെയ്യേണ്ട ആ ഭാഗം, ഇതിലാണ് നമ്മുടെ ഷേപ്പ് ഒക്കെ വന്ന് കിടക്കേണ്ടത്. അപ്പൊ അത് വരേണ്ട ലെങ്ത് ആണ് നമ്മൾ വേസ്റ്റിന്റെ ലെങ്ത് വരുന്നതാണ് 16.5. അത് മാർക്ക് ചെയ്തു. ഈ വേസ്റ്റ് റൗണ്ട് ഞാൻ മൊത്തം 40 ആണ് നമുക്ക് വേണ്ടത്. അതിന്റെ 1/4 10 ഇഞ്ചാണ്. 10 ഇഞ്ച് പ്ലസ് തയ്യൽ തുമ്പ് 1 ഇഞ്ചും കൂട്ടി 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. 11 ഇഞ്ച് മാർക്ക് ചെയ്തു. നമുക്ക് അതും ഒരു ലൈൻ വരച്ച് വെക്കാവുന്നതാണ്. ലൈൻ വരച്ചിട്ടു. ഇനി ഹിപ്പിന്റെ റൗണ്ട് ആണ് വേണ്ടത്. ഹിപ്പിന്റെ റൗണ്ട് ഞാൻ എടുക്കുന്നത് മൊത്തം 46 ആണ്. അതിന്റെ 1/4 ഭാഗം 11.5 ആണ് കിട്ടേണ്ടത്. തയ്യൽ തുമ്പും കൂട്ടി 12.5 നമുക്ക് മാർക്ക് ചെയ്യണം. അത് വരേണ്ട ലെങ്ത് എത്രയാണെന്നുണ്ടെങ്കിൽ
ഹിപ്പിന്റെ ലെങ്ത് നമുക്ക് കിട്ടേണ്ടത് 21.5 നമുക്ക് ഹിപ്പിന്റെ ലെങ്ത് വേണ്ടത്. അപ്പൊ 21.5 ഞാൻ അടയാളപ്പെടുത്തി. അത് നമുക്ക് 22 ആവാം. ഓരോരുത്തരുടെ ലെങ്ത്തിനനുസരിച്ച് നമുക്കത് കൂട്ടി വരയ്ക്കാവുന്നതാണ്. അപ്പൊ ഞാൻ 21.5 ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ ഹിപ്പിന്റെ റൗണ്ട് നേരത്തെ പറഞ്ഞ പോലെ തയ്യൽ തുമ്പും കൂട്ടി 12.5 മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ടാണ് വരച്ചിട്ടത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഷേപ്പ് വരച്ച് ഷേപ്പിലേറ്റാണ്, ചുരിദാർ ഷേപ്പാണ്. നമുക്ക് ആ ഇതിന്റെ എൻഡ് ഇതുവരേക്കാണോ ആ എൻഡ് വരയ്ക്കും നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് വരച്ചു കൊടുക്കാം. അതിനു മുന്നേ നമുക്കിവിടെ ആം ഹോളിന് ഒരു ചെറുതായിട്ട് ഒരു ഷേപ്പ് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ഞാൻ ഇതേപോലെ തന്നെ 1 ഇഞ്ച് ഈ കോർണറിൽ നിന്ന് 1 ഇഞ്ച് മേലേക്ക് വരച്ച്, 1 ഇഞ്ചോ 1.5 ഇഞ്ചോ മേലേക്ക് വരച്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് ചെറുതായിട്ട് ഒരു ഷേപ്പ് കൊടുത്തു വെക്കുകയാണ്. ഷേപ്പ് വരച്ചിട്ടു. ഷേപ്പ് വരച്ച് നമ്മൾ ആ ലെവലിലൂടെ എൻഡ് പോർഷൻ വരെ നമ്മൾ ആ ലൈൻ കൊടുത്തിടുകയാണ്. അപ്പൊ നമ്മുടെ മാർക്കിംഗ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിന്റെ ലെങ്ത് ആണ് നോക്കേണ്ടത്. സ്ലീവിന്റെ ലെങ്ത്തും സ്ലീവിന്റെ വിഡ്ത്തും നമുക്ക് അടയാളപ്പെടുത്തിയിടണം. അതിനായി സ്ലീവിന്റെ ലെങ്ത് നമുക്കിവിടെ ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. 9 ഇഞ്ച്. ഇനി 3/4 വേണ്ടവർക്ക്, കയ്യിറക്കം വേണ്ടവർക്ക് നമുക്ക് ഈ ഷേപ്പ് വരുന്ന ഈ ഭാഗത്ത് കട്ട് ചെയ്ത പീസ് നമുക്ക് യോജിപ്പിച്ച് നമുക്ക് കയ്യിറക്കം ആക്കി എടുക്കാം. അപ്പൊ ഞാനൊരു 8 ഇഞ്ച് സ്ലീവിന്റെ ലെങ്ത് വിഡ്ത്ത് കൊടുത്ത് അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ച് അതിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ മാർക്കിംഗ് ഇവിടെ ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. ഇനി ബാക്ക് നെക്കാണ് ചെയ്യേണ്ടത്. അത് ഞാൻ ബാക്ക് പീസ് സെപ്പറേറ്റ് വെട്ടിയെടുത്തതിന് ശേഷം ബാക്ക് നമുക്കൊരു 3 ഇഞ്ച് അടയാളപ്പെടുത്തി അതും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ചെസ്റ്റിന്റെ ലൈൻ വരച്ച ലെങ്ത് 8 ഇഞ്ച്, നമ്മുടെ വേസ്റ്റിന്റെ ലൈൻ വന്ന ആ ഒരു ലെങ്ത് 16.5 ഇഞ്ചിലേക്ക്, നമ്മുടെ ഹിപ്പിന്റെ റൗണ്ട് വരുന്ന ആ ലെങ്ത് നമുക്ക് 21.5. ഇനി നമ്മൾ ആ ഒരു ലൈനിലൂടെയാണ് നമ്മൾ ഷേപ്പ് വരച്ച്, ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല. നമുക്ക് എത്രയാണോ നമുക്ക് ഈ സ്കർട്ടിന്റെ വിഡ്ത്ത് കിട്ടേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഈ എൻഡ് വരയ്ക്കും നമുക്ക് വരച്ച് ഷേപ്പ് വരച്ചു കൊടുക്കാവുന്നതാണ്. അപ്പൊ ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പൊ ഇതുപോലെ നമ്മൾ ആദ്യത്തെ ഒരു പാളി പൊക്കി വെച്ച് ആ ഷേപ്പ് വരച്ച ആ വി ഷേപ്പ് വരച്ച അതേ ലൈനിലൂടെ കൊണ്ടുവന്ന് ആദ്യം നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുക്കുകയാണ്. നെക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ഇതേപോലെ ഒരു ഇതാണ് ഫ്രണ്ട് നെക്ക് വെട്ടിയ പീസാണ്. അതിനുശേഷം ഇത്തിരി കൂടെ എളുപ്പത്തിന് നമുക്ക് ചെയ്യാവുന്നതാണ്. ആ ഭാഗത്ത് നിന്ന് 3 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് അതിനൊരു ബോക്സ് പോലെ കൊടുത്ത് ഒന്ന് ഷേപ്പ് ചെയ്ത് ഇവിടേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. റൗണ്ട് നെക്ക് വരച്ചിടുക. ബാക്ക് റൗണ്ട് ആണ്. അത് ഞാനിതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നീട് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുക. സ്ലീവ് കട്ട് ചെയ്തെടുത്തു. ഈ ലൈനിലൂടെ കട്ട് ചെയ്ത് ഫുൾ ലെങ്ത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. കട്ട് ചെയ്ത് മാറ്റി ഇനി നമ്മൾ ഇതിന്റെ ഷോൾഡറും കൂടെ ഒരേ ലൈനിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പൊ നമ്മുടെ നൈറ്റിയുടെ കട്ടിങ് ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതില് മോഡലായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇതിന്റെ ഈ സൈഡ് പീസ് എന്താണോ വരുന്നതെങ്കിൽ ആ സൈഡ് പീസ് ഇതുപോലെ 2 എണ്ണം കട്ട് ചെയ്തെടുത്ത് ഇവിടെ യോജിപ്പിച്ചു കൊടുത്ത് നമ്മൾ ഇതിൽ
ഒരു ഫ്രില്ലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു നൈറ്റിയാണ് ചെയ്യുന്നത്. അപ്പൊ ഇനി നമുക്ക് സ്റ്റിച്ചിങ് നോക്കാം. സ്റ്റിച്ചിങ് ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് ആണ് ആദ്യം ചെയ്യുന്നത്. ഫ്രണ്ട് പീസ് എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ പീസുകൾ നമ്മൾ സൈഡ് വെട്ടിയിട്ടുള്ള സൈഡ് പീസുകളാണ്. അപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു മോഡല് ഈ ഫ്രണ്ട് പീസിൽ ഉൾവശത്തു നിന്നും ഈ പീസുകളൊക്കെ കട്ട് ചെയ്തിട്ടുള്ള 2 പീസ് എടുത്ത് നമ്മൾ ഉൾവശത്തു നിന്നും പുറത്തേക്ക് ഒരു ചെറിയൊരു ഷേപ്പ് കൊടുത്ത് അടിച്ച് എടുക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഫ്രണ്ടിലൊരു ഷേപ്പ് കൊടുക്കാനായിട്ട് ഞാൻ ആകെ ഒരു 2 പീസാണ് ഞാൻ അതിൽ നിന്ന് എടുത്തിരിക്കുന്നത്. ആ 2 പീസും ഒരേപോലെ വെച്ച് നമ്മളൊരു ഭാഗം നമ്മളതിനെ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക. പ്രത്യേകിച്ച് അളവൊന്നും ഞാൻ എടുത്തിട്ടില്ല. അതിനൊന്നും കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്തെടുത്ത ശേഷം അതിനെ ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇപ്പം നൈറ്റി പീസ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് തുണികളൊന്നുമില്ല. ഫ്രണ്ടിൽ നമുക്ക് ഷേപ്പൊക്കെ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ സെയിം പീസ് തന്നെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉള്ളതിൽ നിന്ന് തന്നെ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിതൊന്ന് ജോയിൻ്റ് ചെയ്തെടുക്കുകയാണ്. ജോയിൻ്റ് ചെയ്തെടുത്ത് നമ്മൾ അതിനൊന്ന് നിവർത്തി വെച്ച് മേലൊരു പതിച്ചടി കൊടുക്കുകയാണ്. പതിച്ചടി കൊടുത്തു. ഇനി നമ്മൾ ഇതിനെ ഈ ഷേപ്പൊക്കെ ഒന്ന് വെട്ടി ഭംഗിയാക്കി എടുക്കുക. നമ്മളിതുപോലെ അടിച്ചു വെച്ച ഈ പീസിനെ നമുക്ക് ഉൾവശത്തു നിന്ന് ഫ്രണ്ട് ഭാഗത്തേക്കാണ് മറിച്ചടിക്കേണ്ടത്. അപ്പം മറിച്ച് വരുന്ന ആ ഷേപ്പ് എത്ര വീതിയിലാണ് നമുക്ക് ഇവിടെ കിട്ടേണ്ടത് എന്നുള്ളത് ഞാൻ മാർക്ക് ചെയ്ത് വെക്കുകയാണ്. നമുക്ക് ഈ സൈഡിലേക്ക് ഒരു 2 ഇഞ്ച് എന്ന വീതിയിലും ഇപ്പുറത്തേക്ക് ഒരു 2 ഇഞ്ച് എന്ന വീതിയിലും താഴെ ഞാനൊരു 3 ഇഞ്ച് ഇറക്കം ഇതുമാണ് ഞാനിത് വരച്ച് ഷേപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതുപോലെ ഞാൻ ആവശ്യത്തിനുള്ള അളവുകൾ നമ്മൾക്ക് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് മറിച്ചടിക്കാനുള്ള തുണിക്ക് അനുസരിച്ച് നമുക്ക് എത്ര ലെങ്ത് വേണമെങ്കിലും കൂട്ടിയോ കുറച്ചോ അത് നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്കിവിടെ ഷേപ്പിന് വേണ്ട അളവുകൾ ചെയ്യാം. അപ്പൊ ഞാൻ ഇതുപോലെ അടിച്ചെടുത്തിട്ടുള്ള ഈ തുണി ഇതിനെ നമ്മൾ അടിഭാഗത്ത് വെക്കുക. നമ്മുടെ ഈ ഒറിജിനൽ ഈ പീസിനെ ഫ്രണ്ട് നെക്കിനെ നമ്മൾ ഇതുപോലെ സെൻറ്റർ എന്ന ക്രമത്തിൽ നമ്മൾ ഇതുപോലെ ഒതുക്കി വെച്ച് നല്ല ഭാഗം മേലെ വരുന്ന രീതിയിൽ വേണം നമ്മൾ ഇതുപോലെ തുണീനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടാനായിട്ട്. ഈ സെൻറ്റർ പോർഷൻ ഒരേപോലെ ആവാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് ഈ തുണിയെ ആദ്യം നമുക്ക് ഈ കഴുത്തിൻ്റെ ഈ വീതിയിലാണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ 1/4 ഇഞ്ച് വീതിക്ക് ഇതുവരെ അടിച്ചു നിർത്തുക. അതേപോലെ തന്നെ ഇവിടെ കുത്തി നിർത്തി അടിക്കുക. ഇതുപോലെ നമുക്ക് ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഭാഗം നമ്മൾ കഴുത്തിൻ്റെ ഉൾഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തെടുത്ത് നമ്മൾ ഈ കോർണറൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക.
ഇനി ഉൾഭാഗത്ത് നിന്ന് ഈ പീസിനെ പുറത്തേക്ക് കൊണ്ടുവരണം. കൊണ്ടുവന്ന് മേലെ നമ്മൾ ആ കഴുത്തിന്റെ അതേ ഷേപ്പിൽ ഒരു പതിച്ചടി കൊടുത്തു വെക്കുക. നിവർത്തിയിട്ട് നമ്മൾ ഉള്ളിലത്തെ ഷേപ്പ് എങ്ങനെയാണോ ആ ഷേപ്പിനനുസരിച്ച് നമ്മൾ ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പൊ ഷേപ്പിന്റെ കുറച്ച് ഇങ്ങോട്ട് നീക്കി പുറം ഭാഗത്തേക്ക് നീക്കി നമ്മൾ ഇതിനെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്ത് നമ്മൾ ആ ഷേപ്പ് വരുന്ന ആ വരയിലേക്കാണ് നമ്മൾ മറിച്ച് വെച്ച് ആ വര കാണാത്ത രീതിയിൽ ഒരു പതിച്ചടി കൊടുക്കുകയാണ്. വര ഉൾഭാഗത്ത് കാണുന്നുണ്ട്. ആ വരേനെ പുറത്തേക്ക് കാണാത്ത രീതിയിൽ നമ്മളൊന്ന് പതിച്ചടി കൊടുക്കുക. നമുക്ക് അടുത്തൊരു കോർണർ എത്തണേക്ക് മുന്നേ നമ്മൾ ഇത്രയും തയ്ച്ചിട്ട് നമ്മൾ അവസാനിപ്പിക്കുക. ആ ലൈൻ കംപ്ലീറ്റ് നമ്മൾ അടിച്ചെടുക്കണില്ല. അവസാനിപ്പിച്ചു. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു സൈഡും ആ ലൈനിലൂടെ അടിച്ചെടുക്കുക. പകുതി എത്തി നമ്മൾ തയ്യൽ അവസാനിപ്പിച്ചു. ഇത് ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ലൈനിങ് പീസ് ആണ്. ഈ ലൈനിങ് പീസിന്റെ ഒരു സൈഡ് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് നമുക്ക് ചെറുതായിട്ടൊരു ഫ്രില്ല് കൊടുക്കേണ്ടതിലേക്കാണ്. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു ഭാഗം 1 ഇഞ്ച് എന്ന പ്രകാരത്തിൽ ഞാൻ ഇതിനെ കട്ട് ചെയ്ത് മാറ്റാൻ പോവുകയാണ്. കട്ട് ചെയ്തെടുത്ത് ഈ ഫ്രില്ലിനെ നമ്മൾ ചെറുതാക്കി ഒന്ന് ഞൊറിവിട്ട് കൊടുക്കുക. ആദ്യത്തെ ഈ ഭാഗം ഒന്ന് ഉള്ളിലേക്ക്
ഞാൻ ഈ ലേസ് ഞാനിതിൽ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു കുടപ്പൻ കൊടുക്കാം. 2 ഷോ ബട്ടണും കൊടുത്ത് നമുക്ക് ഭംഗിയാക്കിയിട്ട് എടുക്കാം. അപ്പം ഞാൻ കഴുത്ത് ഇതിൻ്റെ ഉൾഭാഗത്തു നിന്ന് നമുക്ക് പുറം ഭാഗത്ത് നിന്ന് മറിച്ചടിക്കാനായിട്ട് ഇതിനേക്കാളും നല്ല എളുപ്പവഴികളുണ്ട്. പക്ഷെ ഞാൻ ഈ ലേസ് കൊടുക്കണ കാരണം കൊണ്ടാണ് ഞാൻ ഇത്രയും വൈകിച്ച പോലെയായിട്ട് ഞാനിങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് ബാക്ക് നെക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇത് ബാക്കും ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും കൂടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസാണ്. ഇതിൽ നിന്നാണ് ഞാൻ ഈ ക്രോസിനെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മളിതുപോലെ ചരിച്ച് ക്രോസ് കട്ട് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 3 പീസ് മതിയാവും. കട്ട് ചെയ്തെടുത്തു. അതിൻ്റെ സൈഡെല്ലാം ഷേപ്പ് ചെയ്തെടുക്കുക. ശേഷം അതിനെ ജോയിന്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ അടിച്ചെടുത്തിട്ടുള്ള ഈ ക്രോസ് നമ്മൾ ബാക്ക് നെക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ നല്ല പുറത്ത് ഇതുപോലെ വെച്ച് നമ്മളിതുപോലെ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ബാക്ക് നെക്ക് ചെയ്യൽ നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഷോൾഡർ ക്ലോസ് ചെയ്യാണ് വേണ്ടത്. അതിനുശേഷം നമ്മൾ ഷോൾഡർ ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഈ ബാക്ക് ചെയ്ത അതിൻ്റെ പുറകിലോട്ട് നമ്മൾ ഈ ഫ്രണ്ട് പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിന് ബാക്കിലേക്ക് മടക്കുക. ഇതേപോലെ ഷോൾഡർ ഒരേപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതേ സൈഡും ഇതേപോലെ ചെയ്തെടുക്കുക. ബാക്ക് പീസിൻ്റെ പിന്നിലേക്ക് വെച്ച് കൊടുക്കുക. ഇവിടെ ഷോൾഡർ ക്ലോസ് ചെയ്ത് കൊടുക്കുക. വേസ്റ്റ് എല്ലാം ഉള്ളിലേക്ക് ആക്കി നമ്മൾ ബാക്ക് സൈഡ് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ചുളിവൊന്നും വരാത്ത രീതിയിൽ. ബാക്ക് നെക്ക് ചെയ്തെടുത്തു. ക്രോസ് വെക്കുന്നത് ശരിയായിട്ടില്ലെങ്കിൽ ബാക്ക് നെക്ക് പിരിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മളിവിടെ ഫ്രണ്ടിൽ ഒരു കുടപ്പൻ വെക്കുകയാണ് ഞാൻ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കുക. ഒരു കയറ്റിറക്കം ഉണ്ടായിക്കോട്ടെ. അതേപോലെ മടക്കി ഈ വള്ളി ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്ത് നമുക്ക് എവിടെയാണോ നമുക്ക് വേണ്ടതെങ്കിൽ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് അവിടെ നമുക്ക് ഇതിനെ ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ഷോൾഡറിൻ്റെ മേലെ വെച്ച് ഷോൾഡറിൻ്റെ അവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഈ സ്ലീവ് ഇതിന് മേലെ വെച്ച് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ 2 സൈഡും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സൈഡ് 2 നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് അടിഭാഗമാണ് മടക്കി അടിക്കാനുള്ളത്. അപ്പോൾ നമ്മളൊരു 4 ഇഞ്ച് വീതി ഒന്ന് ഉള്ളിലേക്ക് കൊടുത്ത് വീണ്ടും അതിനെ ഒന്ന് മടക്കിയെടുത്ത് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്.
നമ്മുടെ ചുരിദാർ നൈറ്റിയുടെ സ്റ്റിച്ചിങ് ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ വിലയേറിയിട്ടുള്ള കമൻസ് എല്ലാം എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.